ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ mcomൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ mcomൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സാണ്, എസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. mcom സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണെന്നാണ്. നമ്മൾ പേരിൽ തന്നെയുണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ്, അതായത് രണ്ട് നേഷൻസ്, ഒരു നേഷനല്ല, ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് നേഷൻസ് തമ്മിലുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നിൽ കൂടുതൽ നേഷൻസ് തമ്മിൽ ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് ഓഫ് ദ വേൾഡ്. നമ്മുടെ വേൾഡിലുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലേ, ഈ കൺട്രീസ് തമ്മിൽ കമോഡിറ്റീസോ ഗുഡ്സോ സർവീസസോ ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, ഗുഡ്സ്, സർവീസസ്, നോളേജ്, സ്കിൽസ് ഓർ ഇൻഫർമേഷൻ അക്രോസ് നാഷണൽ ബൗണ്ടറീസ്. അതായത് നമ്മളുടെ നേഷൻ്റെ അതിർത്തികൾ കടന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്കും റിസോഴ്സസ്, ഗുഡ്സ്, സർവീസസ്, നോളേജ്, സ്കിൽസ്, ഇൻഫർമേഷൻസ് ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയാം. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല, ഇൻഫർമേഷൻസ് ആയാലും റിസോഴ്സസ് ആയാലും നോളേജ് ആണെങ്കിലും എന്ത് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഇൻവോൾവ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. മെയിൻലി ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക, എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെയാണല്ലോ അതിൽ വരിക. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മൾ മറ്റൊരു രാജ്യമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഈ രണ്ട് കേസസാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ മെയിനായിട്ടും വരുന്നത്. ഇനി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസാണ് വരുന്നത്. ഒന്ന് ഇൻ്റർനാഷണൽ ട്രേഡും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും. ഈ രണ്ടെണ്ണമാണ് നമ്മൾ മെയിൻലി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വരുന്നതാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും. അതായത് രണ്ട് നേഷൻസ് തമ്മിൽ ട്രേഡ് നടത്തുക. ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആവാം ഗുഡ്സോ സർവീസസോ ആകാം. ഇത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോം കൺട്രി, നമ്മളുടെ രാജ്യത്തിനാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുക. ഈ ഒരു ഹോം കൺട്രിയുടെ പുറത്തുള്ള മറ്റേതെങ്കിലും കൺട്രിയിൽ നമ്മളുടെ റിസോഴ്സസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ നേഷന് പുറത്ത് മറ്റുള്ള കൺട്രീസിൽ നമ്മളുടെ പണമോ മറ്റെന്തെങ്കിലും റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ടും അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആണ്. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ ബിസിനസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ലാർജ് സ്കെയിലായിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം ലാർജ് സ്കെയിലായിരിക്കും. ഇപ്പോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കുറച്ച് മാർക്കറ്റ് ചെയ്തു അങ്ങനൊരു കൺസെപ്റ്റ് ഇല്ല, കാരണം നമ്മൾ മറ്റൊരു നേഷനുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് മാത്രം മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവരുടെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും എല്ലാം തന്നെ ലാർജ് സ്കെയിൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് എക്കോണമീസ് ആണ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളുടെയും എക്കണോമീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു രാജ്യമല്ല, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും എക്കണോമി ഡിഫറെൻ്റ് ആണ്. അതെല്ലാം കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പല രാജ്യത്തു നിന്നും നമ്മൾ റിസോഴ്സസ് കളക്ട് ചെയ്യുന്നുണ്ട്, സ്കിൽസ്, നോളേജ്, ഇൻഫർമേഷൻസ് എല്ലാം പല രാജ്യത്തു നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കും, ചിലപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നുള്ള റിസോഴ്സസ് ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ എന്താണ് പല കൺട്രീസ് അല്ലെങ്കിൽ പല എക്കണോമീസിനെ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും വരുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഫിനാൻസ്, നമ്മൾ മറ്റൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് ഫിനാൻസ് കിട്ടാം, അവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നത് മറ്റു രാജ്യത്ത് നിന്നുള്ളവരായിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ നമ്മൾ മറ്റ് കൺട്രീസിൽ നിന്നും പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ കൺട്രിയിൽ മാത്രമല്ല മറ്റുള്ള കൺട്രീസിലും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ ഓഫ് എക്കോണമീസ് എന്ന് പറയുന്നത്. പല രാജ്യങ്ങളെയും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നത്. തേർഡ് വൺ ഡോമിനേറ്റഡ് ബൈ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് പറയുന്നത്.
എപ്പോഴും ഇൻ്റർനാഷണൽ ബിസിനസ്സിലൊരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസും മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാൾ കൂടുതലായിട്ടും ഡെവലപ്ഡ് കൺട്രീസും മൾട്ടിനാഷണൽ കമ്പനീസ് ആയിരിക്കും അവിടെ ഡോമിനൻസ് ഉണ്ടായിരിക്കും. അവർക്കായിരിക്കും അവിടെ ഒരു പവർ ഉണ്ടായിരിക്കുക. കാരണം അവർക്ക് ഫിനാൻഷ്യലും മറ്റ് റിസോഴ്സസ് എല്ലാം തന്നെ കൂടുതലായിരിക്കും. ഡെവലപ്ഡ് കൺട്രീസിനും മൾട്ടിനാഷണൽ കമ്പനീസിനും അതുപോലെ തന്നെയാണ്. ഫിനാൻസൊക്കെ കൂടുതലായിരിക്കും. അവർക്ക് നല്ല ബെസ്റ്റ് ടെക്നോളജി ഉണ്ടാകും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും, നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും, മാനേജേഴ്സ് ഉണ്ടാകും, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും സർവീസസൊക്കെ ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അതും ലോ പ്രൈസിൽ തന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു വേൾഡ് മാർക്കറ്റിൽ ഒരു ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസും മൾട്ടിനാഷണൽ കമ്പനീസും ആയിരിക്കും. ഇവർക്കായിരിക്കും അവിടെ ഒരു ഡോമിനൻറ്റ് പൊസിഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഫോർത്ത് ഫീച്ചറായിട്ട് പറയുന്നത് ബെനിഫിറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ആണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വന്നിട്ട് ആ ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്ന എല്ലാ കൺട്രീസിനും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കൺട്രീസിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസിനും മാക്സിമം ബെനിഫിറ്റ് കിട്ടുമെന്ന് കൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കീൻ കോമ്പറ്റീഷനാണ്. കീൻ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഹൈ കോമ്പറ്റീഷനാണ് അവിടെ ഉണ്ടാവുക. കാരണം വേൾഡ് മാർക്കറ്റാണല്ലോ, ഒരു രാജ്യമല്ല, ഒന്നിൽ കൂടുതൽ രാജ്യമാണ്. ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും എല്ലാം ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് എന്താണ് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും കോമ്പറ്റീഷൻ എന്ത് പറ്റും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ അവിടെ കീൻ കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യൽ റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വന്നിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല സയൻസും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ. ഡെവലപ്ഡ് കൺട്രീസിന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഗ്ലോബൽ ബിസിനസ്സിൽ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നല്ലൊരു ഹൈ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള ഈ ഒരു ടെക്നോളജീസും സയൻസും എല്ലാം എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിനും കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും സയൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്നതിലൂടെ അവർക്കും കൂടെ ആ ഒരു ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ കൂടെ പറ്റുമെന്നാണ് പറയുന്നത്. സെവൻത്ത് ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ആയാലും ടെക്നോളജി ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ചെയ്യുകയാണല്ലേ. ഇങ്ങനെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ടെക്നോളജി, ഗുഡ്സ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴും അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സമയത്തുമൊക്കെ എന്താണ് ഒരുപാട് ഗവൺമെൻറ് റൂൾസും റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. പല രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ രാജ്യത്തേക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടാനായിട്ട് അലോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ചില കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ അങ്ങോട്ട് എല്ലാ കൺട്രീസിനെയും അലോ ചെയ്യില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദേ ഹാവ് ട്രേഡ് ബ്ലോക്ക്സ്, ടാരിഫ് ബാരിയേഴ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്, അങ്ങനെ ഒരുപാട് ബാരിയേഴ്സ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് നേച്ചറാണെന്നാണ് പറയുന്നത്. നമ്മളുടെ എക്കണോമിക് പോളിസീസിലാണെങ്കിലും ടെക്നോളജിയിലാണെങ്കിലും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലാണെങ്കിലും എന്ത് ചേഞ്ച് ഉണ്ടാകുന്നോ, എന്തൊരു ചേഞ്ച് ആയാലും അതെന്ത് ചെയ്യും നമ്മളുടെ ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലും വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ വൈഡ് സ്കോപ്പാണ്, ലിമിറ്റഡ് അല്ല, വൈഡ് സ്കോപ്പാണ് ഉള്ളത്. വൈഡർ ദാൻ ഇൻ്റർനാഷണൽ ട്രേഡ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനും ഉപരിയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നൊരു കൺസെപ്റ്റ്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ വരുന്നതാണ് ഇൻ്റർനാഷണൽ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് include internationalization of market presence, globalization of supply chain, globalization of capital base and globalization of corporate mindset. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ ഒരു മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർനാഷണലൈസ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം നമ്മളുടെ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാതെ നമ്മൾ അത് എന്ത് ചെയ്യണം, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം. മറ്റുള്ള രാജ്യങ്ങളിലേക്കും കൂടെ നമ്മളുടെ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഓഫ് സപ്ലൈ ചെയിൻ, അത് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ പ്രോഡക്റ്റ്സ് നമ്മളുടെ ഹോം കൺട്രിയിൽ മാത്രം സപ്ലൈ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലോബലി മറ്റുള്ള കൺട്രീസിലേക്കും കൂടെ സപ്ലൈ ചെയ്യുക. നമ്മുടെ സപ്ലൈ ചെയിൻ കുറച്ചും കൂടി വലുതാക്കുകയാണ് ചെയ്യുന്നത്.
ദെൻ ഗ്ലോബലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നുള്ളത് മാത്രമല്ല മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബേസ് ഗ്ലോബലൈസ് ചെയ്യാന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല കൺട്രീസിൽ നിന്നുള്ള ക്യാപിറ്റൽ വരുന്നുണ്ട്. അതുപോലെ ഗ്ലോബലൈസേഷൻ ഓഫ് കോർപ്പറേറ്റ് മൈൻഡ് സെറ്റ്, നമ്മുടെ കമ്പനീൻ്റെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് തന്നെ എന്ത് ചെയ്യുക, ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോകുക. ഈ ഒരു ഡൊമസ്റ്റിക് കൺട്രീൻ്റെ ആ ഒരു ഡൊമസ്റ്റിക് ലെവലിൽ നിന്നും നമ്മളതിനൊരു ഗ്ലോബൽ ലെവലിൽ ഗ്ലോബലൈസേഷൻ ലെവലിലേക്ക് നമ്മളുടെ കമ്പനി മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നും ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത്. അടുത്തത് നോക്കുന്നത് മേജർ ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ 4 തരത്തിലുള്ള കേസസാണ് വരുന്നത്. ഒന്ന് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്, പിന്നെ സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 4 കാറ്റഗറിയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മെയിൻ ഫോംസ് എന്ന് പറയുന്നത്. മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിന് ട്രേഡ് ഇൻ ഗുഡ്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നതിനെയാണ് നമ്മൾ മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ടാഞ്ചിബിൾ ഗുഡ്സ് മാത്രം, നമുക്ക് സർവീസസ് ഒന്നും വരുന്നില്ല, നമ്മൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് മാത്രം എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നതിനെയാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു കൺട്രിയിൽ നിന്നും സർവീസ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതാണ് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ആണ്. ലൈസൻസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ പെപ്സി ആൻഡ് കൊക്കക്കോള എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്, ആ ഒരു ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാധനം നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് സെയിൽ ചെയ്യാനും ഉള്ളൊരു ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലൈസൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോറിൻ കൺട്രീസിലും എല്ലാം തന്നെ അവർക്കത് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യാനുള്ളൊരു ലൈസൻസ് കൊടുക്കണം. അതിനാണ് നമ്മൾ ലൈസൻസിങ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് മക്ഡൊണാൾഡിൻ്റെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇത് വേൾഡിൽ ഓവറായിട്ട് മൊത്തം എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്രാഞ്ചൈസിങ് സിസ്റ്റത്തിൽ പറയുന്നത്, എക്സാമ്പിളായിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം മറ്റൊരു കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ റിസോഴ്സസ് മറ്റൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലുള്ളവർ നമ്മളുടെ കൺട്രിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണിത്. ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇത് രണ്ടുമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപുള്ള സബ്ജക്റ്റുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അടുത്തത് ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മളൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു നേഷനും കുറേ ബെനിഫിറ്റ്സ് കിട്ടും, ആ ഏർപ്പെടുന്ന ഫേമിനും ബെനിഫിറ്റ്സ് കിട്ടും. അതെന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ആദ്യം ഒരു നേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഏർണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഏതൊരു നേഷനും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഓരോ രാജ്യത്തിൻ്റെയും റിസോഴ്സസ് അവർക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ, ഇംപ്രൂവിങ് ഗ്രോത്ത് പ്രോസ്പെക്റ്റ്. ഓരോ രാജ്യത്തിൻ്റെയും ഗ്രോത്തിനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഗ്രോത്ത് പ്രോസ്പെക്റ്റസ് ആണ് എന്ത്, ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽസ് ആണ്. ആ ഒരു രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആ ഒരു രാജ്യത്തിൻ്റെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇമ്പ്രൂവ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു നേഷൻ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫേംസിന് ഉണ്ടാവുന്ന ബെനിഫിറ്റാണ്. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു ബിസിനസ് ഫേമിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, ഹയർ പ്രോഫിറ്റ്. അവർക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആ ഫേമിൻ്റെ മാക്സിമം കപ്പാസിറ്റി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പ്രോസ്പെക്റ്റസ് ഫോർ ഗ്രോത്ത് ആണ്. ആ ഒരു ഫേമിൻ്റെ ഗ്രോത്തിന് അത് കാരണമാകും. കാരണം ഒരു ഡൊമസ്റ്റിക് ലെവലിൽ നിന്നും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ എന്താണ്, അവിടെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്രോത്ത് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ. ആ ഒരു ഫേമിൻ്റെ ബിസിനസ് വിഷൻ ഡൊമസ്റ്റിക് ലെവലിൽ നിന്നും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇംപ്രൂവ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് കൊണ്ട് ഒരു നേഷനും ഫേംസിനും ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, അതുപോലെ തന്നെ മേജർ ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് SC ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക് തന്നെയാണ്. എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ്, ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് SC ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് വെക്കുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെയ്യാം. നമ്മളെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈമിലാണ് കൂടുതലായിട്ടും നമ്മുടെ ക്ലാസ്സൊക്കെ കാണാനായിട്ട് പ്രിഫർ ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു ടൈം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്